പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് തത്സമയം. പറഞ്ഞപ്പോൾ പാലം തകർന്നു വീണില്ല. UDF-ന്റെ കാലത്ത് തുടങ്ങി LDF-ൽ തീർത്ത പാലത്തിന്റെ അന്നുണ്ടായിരുന്ന മന്ത്രിയെ കേസിൽ പ്രതിയാക്കി. കോടതി ഇടപെട്ടില്ലായിരുന്നു. ഇബ്രാഹിം കുഞ്ഞ് ജയിലിൽ പോയ എഞ്ചിനീയറിംഗ് പിഴവിൽ മന്ത്രി എന്ത് ഭരിച്ചു? ഇപ്പോൾ അന്നത് ചെയ്ത CPM വ്യാപകമായി കേരളത്തിൽ ഹൈവേ തകർന്നു വീഴുകയാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ്, അല്ലേ? മുഴുവൻ വിള്ളലാണ് 156 സ്ഥലത്ത്. ഞങ്ങൾക്കൊരു പരാതിയില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ഇവിടെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുത്ത് അവർ ഡൽഹിയിൽ പോയൊരു സമ്മാനപ്പെട്ടി, എന്താണാവോ ആ പെട്ടിയിൽ? ഒരു സമ്മാനപ്പെട്ടിയും പിന്നെ ഒരു പൊന്നാടയും. ആർക്ക്? ഈ 156 സ്ഥലത്ത് വിള്ളലുണ്ടായതിനും ഹൈവേ തകർന്നു വീണതിനും കൊണ്ടേ കൊടുത്തിരിക്കുകയാണ്. കേട്ട് കഴിവുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. പാലാരിവട്ടം പാലത്തിന്റെ കാലത്ത് UDF-നെതിരായും ഇബ്രാഹിം കുഞ്ഞിനെതിരായും പറഞ്ഞ പഞ്ചവടി പാലമാണെന്ന് പറഞ്ഞ ആളുകൾ ഈ ഹൈവേ നിർമ്മിക്കുന്ന ഹൈവേയുടെ അതോറിറ്റിയായ മന്ത്രിക്ക് പൊന്നാടയും പ്രീണിപ്പിക്കുകയാണ്. കാരണം എന്താ? BJP-യുമായിട്ടുള്ള ഇടനിലക്കാരനാണ് ആര്? നിതിൻ ഗഡ്കരി. സന്തോഷിപ്പിക്കുകയാണ്. എപ്പോഴും ഒരു കേസില്ലെന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു പരാതിയില്ല. ആലോചിച്ച് നോക്കിയേ. മിണ്ടിയില്ലല്ലോ. ഞങ്ങൾ അതിശക്തിയായി പ്രതിഷേധിച്ചു. ഇതിൽ ആദ്യത്തെ സംഭവത്തിൽ RSS നേതാവിനെ കൊണ്ടുവന്ന് ഇവിടെ പ്രസംഗിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ചു ഈ രാജ്ഭവൻ ക്യാമ്പസ്. പിന്നീടാണ് മന്ത്രി പ്രസാദുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം. ഞങ്ങൾ അതിശക്തിയായി പറഞ്ഞു, രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനും രാജ്ഭവനെ വേദിയാക്കരുത്. മുഖ്യമന്ത്രി സർക്കാരിൻ്റെ പ്രൊട്ടസ്റ്റ് അറിയിക്കണം. മിണ്ടി കൊടുത്തിട്ടില്ല. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുംകടലയും ചർച്ചയിൽ ഗവർണറുണ്ട് നിർമ്മലാ സീതാരാമനോട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചർച്ച ചെയ്തപ്പോൾ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും കേന്ദ്രം തരാനുള്ള പൈസയെക്കുറിച്ചും ചർച്ച ചെയ്താന്ന് ചോദിച്ചപ്പോൾ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചർച്ചയായിരുന്നു നിർമ്മലാ സീതാരാമനായിട്ടുള്ള പുട്ടുംകടലയും ചർച്ച? അതിലെ ഇടനിലക്കാരനായിരുന്നു ഈ ഗവർണർ. ഭയങ്കര സ്നേഹമാണ്. എന്ത് ചെയ്താലും മിണ്ടൂല്ല. ഞാൻ പറയില്ല, ഡൽഹിയിലെ ഏമാനന്മാരെ ഭയന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇരിക്കുന്നത്. കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കൊരു ഭയമില്ല. ഞങ്ങൾക്ക് ഇതൊക്കെ നേരത്തെ ഇത് തുടങ്ങുമ്പോൾ അറിയാം. RSS സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രസക്തമല്ലാത്ത തരത്തിൽ ഇലക്ഷൻ രംഗത്ത് ഇല്ലാത്ത രീതിയിൽ BJP-യുടെ NDA-യുടെ പ്രവർത്തനം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കറിയാം സംഭവിക്കുക. അതിനെയൊക്കെ മറികടന്നിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ താഴെത്തട്ടിലുള്ള കണക്കാണ് ഞങ്ങൾ.